തിരുവനന്തപുരം വെള്ളറടയിൽ 108 ആംബുലൻസ് വിട്ടു നൽകാത്തതിനെ തുടർന്ന് രോഗി മരിച്ചതായി പരാതി. വെള്ളറട സ്വദേശിനി ആൻസിയാണ് മരിച്ചത്. വെള്ളറട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെയും പാറശാലയിലെയും 108 ആംബുലൻസുകൾ കുരിശുമല തീർത്ഥാടനത്തിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി മാറ്റിയിട്ടിരിക്കുകയാണെന്നായിരുന്നു അധികൃതർ പറഞ്ഞത്. പനിയെ തുടർന്നാണ് ആൻസിയെ വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്ലേറ്റ്ലെറ്റ് താഴ്ന്ന് ഗുരുതരാവസ്ഥയിലായതോടെ രോഗിയെ എത്രയും വേഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ ജനറൽ ആശുപത്രിയിലേക്കോ മാറ്റണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനായി ഓക്സിജൻ സൗകര്യമുള്ള 108 പോലുള്ള ആംബുലൻസ് തന്നെ വേണം. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും ജനപ്രതിനിധികളും 108 ആംബുലൻസിന്റെ സേവനം ഉറപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ കാരണത്താൽ ആംബുലൻസ് വിട്ടു നൽകാൻ കഴിയില്ല എന്നായിരുന്നു വിശദീകരണം. നമസ്കാരം മാഡം, 108 ആംബുലൻസിന്റെ കൺട്രോൾ റൂമിൽ നിന്നാണ്. പറയണം സാർ. ഓക്കെ മാഡം, നേരത്തെ ഒരു ആംബുലൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ മാഡം, അതിപ്പോ നിലവിൽ അവർ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ് മാഡം. അവരിപ്പോ കുരിശുമലയിൽ തീർത്ഥാടനം പ്രമാണിച്ച് കുരിശുമലയിൽ ഇവർക്ക് ഓക്സിജൻ സംവിധാനമൊക്കെ ഉള്ള ആംബുലൻസേ പറ്റുള്ളൂ. ഓക്കെ മാഡം, നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിലവിൽ ഗവൺമെന്റ് സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമുള്ള സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ് വെഹിക്കിള്. അവിടെ ഇങ്ങനെ വെറുതെ ഇട്ടേക്കുന്നതിനേക്കാൾ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകാനായിട്ട് വരുന്നതല്ലേ നല്ലത്. ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് വിടാൻ അവിടെ വേറെ സാമ്പത്തികമായിട്ടൊന്നും ഉള്ള കക്ഷികളല്ല. അതാണ് 108 വിളിക്കുന്നത്. ഓക്കെ മാഡം, നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നിലവിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം. ജില്ലക്കകത്ത് ഒരു ആംബുലൻസും ഫ്രീ അല്ല. സാധാരണ ആംബുലൻസ് വിളിച്ചുവരുത്തി രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും അമരവിളയിൽ വെച്ച് സ്ഥിതി കൂടുതൽ വഷളായി. തുടർന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. രോഗി ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോൾ സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ പേരിൽ ആംബുലൻസ് വെറുതെ കിടക്കുകയായിരുന്നുവെന്നും എന്തിന്റെ പേരിലായാലും ഇത്തരത്തിൽ ഇനിയൊരു ജീവൻ നഷ്ടപ്പെടരുതെന്നും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജഹാൻ വ്യക്തമാക്കി. ഉറപ്പായിട്ടും കാരണം ഇതുപോലെ ഇനി ഒരു ജീവനും പൊലിയാൻ പാടില്ല. അതിനിപ്പോ എന്തൊക്കെ ഉത്സവങ്ങളായിക്കോട്ടെ, നമ്മുടെ ഇപ്പം ഞാനൊരു മുസ്ലിമാണ്, ഞാൻ പറയുകയാണ്, ഇപ്പം നമ്മുടെ പള്ളിയിൽ ഒരു പരിപാടി ആയിക്കോട്ടെ, അവിടെ ആംബുലൻസ് സർവീസ് ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ക്ഷേത്രത്തിലായിരുന്നാലും ചർച്ചിലായിരുന്നാലും ഒരു ജീവനല്ലേ. അപ്പൊ ഇവർക്ക് അവിടെ ചുമ്മാ കിടക്കുന്ന സമയം മതിയല്ലോ ജസ്റ്റ് ഒന്ന് നെയ്യാറ്റിൻകര ആക്കാനോ അല്ലെങ്കിൽ പിന്നെ ഒന്ന് ജസ്റ്റ് പാറശാല ആക്കാനോ അത് മതിയല്ലോ. ഇപ്പൊ 2 സ്ഥലത്തുള്ള ആംബുലൻസ് നമുക്ക് ലഭ്യമല്ലായിരുന്നു. പാറശാല ഉള്ള 108 ലഭ്യമല്ല, ഇതും ലഭ്യമല്ലായിരുന്നു. നമ്മുടെ വെള്ളട CHC ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് ഈ ആംബുലൻസ് കിടക്കുന്നത്. നോക്കി അധികൃതരുടെ ഭാഗത്തുണ്ടായ വീഴ്ച പരിശോധിക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാനാണ് ജനപ്രതിനിധികളുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.